ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ അർത്ഥവും ഉദ്ദേശവും മനുഷ്യൻ തിരിച്ചറിയണം. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. അതായത് ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണ് കുരിശ്. എന്നാൽ ഈ സത്യം മനസ്സിലാക്കാത്തവർ ഉണ്ട് എന്നതാണ് പ്രശ്നം. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹം തിരിച്ചറിയുവാനാണ് മനുഷ്യന്റെ കണ്ണ് തുറക്കേണ്ടത്. ദൈവം ഒരു വിഭാഗം ജനതയെ മാത്രമല്ല സ്നേഹിക്കുന്നത്, ലോകത്തെ മുഴുവനായിട്ടാണ് സ്നേഹിക്കുന്നത്. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നതാണ് സുവിശേഷം. അത്ഭുതങ്ങൾ കണ്ടിട്ടും അടയാളങ്ങൾ കണ്ടിട്ടും കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയുവാനോ ആഗമനോ ഉദ്ദേശം ഗ്രഹിക്കുവാനോ മനുഷ്യർക്ക് സാധിച്ചില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങളിൽ കർത്താവ് അരുളി ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുകയും, എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വച്ചിരിക്കുന്നു. കർത്താവ് ഇത് അരുളി ചെയ്ത സന്ദർഭം ഏതെന്ന് പരിശോധിക്കാം. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് വലിയൊരു പുരുഷാരത്തിന് തൃപ്തിയാകത്തക്കവണ്ണം യേശു തമ്പുരാൻ ഭക്ഷണം നൽകി. പ്രസ്തുത അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരുവാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. തന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോയി രാജാവാക്കുവാൻ അവർ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കർത്താവ് അവിടെ നിന്ന് പിന്മാറി തനിയെ മലമുകളിലേക്ക് പോയി. അടുത്ത ദിവസം അവർ വളരെ പരിശ്രമിച്ച് യേശുവിനെ കണ്ടെത്തി. അപ്പോഴാണ് മുൻപറഞ്ഞ വചനങ്ങൾ കർത്താവ് അരുളി ചെയ്തത്. അവർ തന്നെ അന്വേഷിച്ചതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് തനിക്ക് ബോധ്യമായി എന്ന വസ്തുത അവരെ അറിയിക്കുകയാണ് കർത്താവ് ചെയ്തത്. അത്ഭുതം പ്രവർത്തിച്ചവനോടുള്ള ഭക്തിയല്ല, മറിച്ച് അത്ഭുതത്തിൽ കൂടി അവർക്ക് ലഭിച്ച ലാഭമാണ് തങ്ങളിലേക്ക് അവരെ ആകർഷിക്കുന്നത് എന്ന് സ്പഷ്ടമായി തന്നെ പറഞ്ഞു. യേശുവിന്റെ വചനം ശ്രവിക്കുവാൻ വന്നവർ ഭക്ഷണം ആവശ്യപ്പെട്ടില്ല. 5 അപ്പവും 2 മീനും കൈവശം ഉണ്ടായിരുന്ന ബാലകൻ പോലും അത് ഭക്ഷിച്ചില്ല. ജനങ്ങൾക്ക് ഭക്ഷണം നൽകേണ്ടത് ആവശ്യമാണെന്ന് ശിഷ്യന്മാർക്കും തോന്നിയില്ല. ജനത്തെ പിരിച്ചുവിടാനാണ് അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ പുരുഷാരത്തിന് ഭക്ഷണം കൊടുക്കുവാൻ കർത്താവ് മുന്നമേ തീരുമാനിച്ചിരുന്നു. നാം ആവശ്യപ്പെടാതെ തന്നെ ഭക്ഷണം നൽകുന്നവനാണ് കർത്താവ്. ഭക്ഷണം നൽകേണ്ടത് ആവശ്യമാണെന്നും കർത്താവിനറിയാം. എന്നാൽ നശ്വരമായ ആഹാരത്തിന് വേണ്ടിയല്ല, അനശ്വരമായ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്നതാണ് പ്രധാനം എന്ന മഹത്തായ പാഠമാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അനശ്വര ഭക്ഷണം നൽകുവാൻ കഴിവുള്ളവൻ മനുഷ്യപുത്രൻ മാത്രം. അതിനായി പിതാവ് അവനെ മുദ്രകുത്തിയിരിക്കുന്നു. അധികാരപത്രത്തിൽ മുദ്ര പതിപ്പിക്കുക എന്നത് പൂർവ്വകാലത്തും ഇന്നും പ്രയോഗത്തിലിരിക്കുന്ന രീതിയാണ്. പിതാവ് മുദ്ര കുത്തിയവൻ ഒരുവൻ മാത്രം, മറ്റാർക്കും അതിന് അധികാരമില്ലെന്നർത്ഥം. താൻ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിന്റെ സത്യമാണ്. തന്നെ കാണുന്നതും അനുസരിക്കുന്നതും അംഗീകരിക്കുന്നതും ദൈവത്തെ കാണുന്നതും അനുസരിക്കുന്നതും അംഗീകരിക്കുന്നതും ഒന്നു തന്നെയാണ്. തുടർന്ന് 28-ാം വാക്യത്തിൽ ജനങ്ങൾ ചോദിക്കുന്നു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം? നല്ല കാര്യങ്ങളുടെ ഒരു പട്ടിക തന്നെ കൊടുക്കുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ ഒറ്റ വാചകത്തിൽ കർത്താവ് മറുപടി കൊടുക്കുന്നു, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അതായത് ദൈവവുമായി ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുക. നമ്മെ ദൈവം സ്നേഹിക്കുന്നവനാണ്, പിതാവാണ്, വിശുദ്ധനാണ് എന്ന് തിരിച്ചറിയുക. ഈ പരമാർത്ഥം കർത്താവിന്റെ വരവ്, വചനങ്ങൾ, മരണം എന്നിവയിൽ പ്രസ്പഷ്ടമാകുന്നു. ദൈവം സ്നേഹമായതിനാൽ അതിർവരമ്പില്ലാതെ ദൈവത്തെ സ്നേഹിക്കണം. ദൈവം വിശുദ്ധനായതിനാൽ പരിപൂർണ ജീവിത വിശുദ്ധി നാം പ്രാപിക്കണം. ദൈവം കരുണ നിറഞ്ഞവനാകയാൽ പരിപൂർണ സമർപ്പണം ആണ് ആവശ്യം. ഇതാണ് മനുഷ്യൻ ചെയ്യേണ്ട ദൈവത്തിന്റെ പ്രവൃത്തി.
കർത്താവ് ചെയ്ത അത്ഭുതമോ കർത്താവിന്റെ വാക്കുകളോ അവർക്ക് തൃപ്തി നൽകിയില്ല എന്ന് 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളൊന്നും അവർക്ക് പോരാ, കൂടുതൽ അത്ഭുതം കാണിക്കണം. തങ്ങളുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ വെച്ച് ആകാശത്ത് നിന്ന് മോശ അപ്പം കൊടുത്തു. മന്ന ദൈവത്തിന്റെ അപ്പം എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. സങ്കീർത്തനം 74 24 പുറപ്പാട് 16 14-15 വാക്യങ്ങളിലും അപ്രകാരം എഴുതിയിരിക്കുന്നു. യേശു ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്ന് തെളിയിക്കണം, അതാണ് അവരുടെ ആവശ്യം. മശിഹ വരുമ്പോൾ മന്ന കൊടുക്കുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. ദൈവത്തിന്റെ പെട്ടകത്തിൽ ചെപ്പിൽ സൂക്ഷിച്ചിരുന്ന മന്ന ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ ജെറമിയ പ്രവാചകൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നുവെന്നും മശിഹ വരുമ്പോൾ ജെറമിയ അത് പുറത്തെടുക്കുമെന്നുള്ള വിശ്വാസം യഹൂദർക്കുണ്ടായിരുന്നു. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതിനേക്കാൾ സ്വർഗത്തിൽ നിന്നുള്ള അപ്പത്തിന്റെ ഇറക്കലാണ് അവർക്ക് കാണേണ്ടത്. അവരുടെ ഈ നിർബന്ധം മഹത്തായ ഒരു സത്യത്തിന്റെ പ്രഘോഷണത്തിന് കർത്താവിന് അവസരം നൽകി. ഈ അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗത്ത് വളരെ ഗഹനമായ വിഷയങ്ങൾ കർത്താവ് കൈകാര്യം ചെയ്യുന്നതായി കാണാം. മന്ന നൽകിയത് മോശയല്ല, ദൈവമാണ്. മന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവൻ നൽകുന്നവന്റെ പ്രതീകമത്രേ. 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ താൻ ജീവന്റെ അപ്പമാകുന്നു എന്ന വലിയ സത്യം കർത്താവ് ബോധ്യപ്പെടുത്തുന്നു. അപ്പം അഥവാ ആഹാരമാണ് ജീവനെ നിലനിർത്തുന്നത്. അതുകൂടാതെ മനുഷ്യന് ജീവിക്കുവാൻ സാധ്യമല്ല. പക്ഷേ ജീവൻ എന്നാൽ ശാരീരിക ജീവൻ മാത്രമല്ല, അതിനൊരു ആത്മീക അർത്ഥവുമുണ്ട്. അത് ദൈവത്തോടുള്ള സജീവമായ ബന്ധമാണ്. ഈ ബന്ധം കർത്താവ് വഴി മാത്രം ലഭ്യമാകുന്നു. അതായത് കർത്താവാണ് ജീവദായകൻ, അവനെ കൂടാതെയും കഴിഞ്ഞുകൂടാ. പക്ഷേ അത് ജീവൻ അല്ല. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിനെ കൂടാതെ ജീവൻ ഇല്ല. അവനെ അറിയുന്നതോടെ ആത്മീയ വിശപ്പ് മാറിപ്പോകുന്നു. അന്നുള്ളവർ ക്രിസ്തുവിനെ മുഖാമുഖമായി കണ്ടു. ഇന്നുള്ളവർ സുവിശേഷത്തിൽ കൂടിയും സഭകളുടെ ഉപദേശങ്ങളിൽ കൂടിയും ക്രിസ്തുവിനെ കാണുന്നു. വിദൂരസ്ഥനായ ഒരുവനെ പോലെ അല്ല കാണേണ്ടത്, നമ്മിൽ വാസം ചെയ്യുന്നവനായി ബോധ്യപ്പെടണം. അവനിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യനെക്കുറിച്ചും ജീവനെക്കുറിച്ചും കർത്താവ് പറഞ്ഞതെല്ലാം വിശ്വസിക്കണം. അതായത് പരിപൂർണ സമർപ്പണം. ഇതെല്ലാമാണ് ജീവൻ പ്രാപിക്കുവാനുള്ള ആദ്യ ഘടകങ്ങൾ. പിതാവ് തന്നവനെല്ലാം എന്റെ അടുക്കൽ വരും എന്നാണ് കർത്താവ് അരുളി ചെയ്തത്. ക്രിസ്തുവിനെ ആഗ്രഹിക്കുവാനുള്ള ബോധം പിതാവ് മനുഷ്യ ഹൃദയങ്ങളിൽ നൽകും. ആ സമർപ്പണത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഭാവം ദൈവം മാറ്റും. ദൈവം കണ്ടെത്താത്ത ഒരുവന് ദൈവത്തെ കണ്ടെത്തുവാനുള്ള കഴിവുണ്ടാവുകയില്ല. തന്റെ ആഗമനോദ്ദേശം കർത്താവ് വ്യക്തമാക്കുന്നു. താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. പിതാവിന്റെ ഇഷ്ടവും പുത്രന്റെ ഇഷ്ടവും ഒന്നു തന്നെയാണ്. ജഡധാരണം ചെയ്ത കർത്താവ് ആ ഇഷ്ടം ചെയ്യുന്നു. താൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണ് എന്ന ഗഹനമായ സത്യത്തെയും ആവർത്തിക്കുന്നു. പിതാവ് തനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും താൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നുള്ളതാണ് പിതാവിന്റെ ഇഷ്ടമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് പുത്രനാണ്. പുത്രനും തനിക്ക് മനസ്സാകുന്നവരെ ഉയർപ്പിക്കുന്നു. അതനുസരിച്ച് പുനരുദ്ധാരണം നൽകേണ്ടതും പുത്രന്റെ അധികാരമാണ്, ദൗത്യമാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന പ്രസ്താവന യഹൂദരെ ക്ഷുഭിതരാക്കി. അവർ പിറുവിറുക്കുവാൻ തുടങ്ങി. ബാഹ്യ മാനദണ്ഡം വെച്ച് അവർ യേശുവിനെ വിലയിരുത്തുവാൻ തുടങ്ങി. അതായത് അവർക്ക് സംഭവിച്ച പരാജയം. ഇവൻ ജോസഫിന്റെ മകൻ യേശുവല്ലേ എന്ന ചിന്താഗതിയാണ് അവരെ ഭരിച്ചത്. നസ്രയത്തുകാരൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനെന്ന് എങ്ങനെ വിശ്വസിക്കും? പക്ഷേ സർവശക്തനായ ദൈവത്തിന് സകലവും സാധ്യമാണെന്ന് അവർ ചിന്തിച്ചില്ല. പരസ്പരം ആശയവിനിമയം നടത്തി കർത്താവിനെ വിലയിരുത്തുവാൻ അവർ ശ്രമിച്ചു. ദൈവഹിതത്തെയും പരിപാടികളെയും കുറിച്ച് അവർ ചിന്തിച്ചില്ല. വിശ്വാസ സത്യങ്ങളുടെ കാര്യം വരുമ്പോൾ ബുദ്ധിപരമായ ആലോചനകളല്ല, മറിച്ച് ദൈവോദ്ദേശം അത്രേ പഠിക്കുവാൻ ശ്രമിക്കേണ്ടത്. അവർ യേശുവിന്റെ കേൾവിക്കാർ മാത്രമായിരുന്നു. യേശുവിനെ പഠിക്കുവാൻ അവർ ശ്രമിച്ചില്ല. അവന്റെ മഹിമോപദേശങ്ങളെയും ഗ്രഹിച്ചില്ല. യേശു ജീവന്റെ അപ്പമാണെങ്കിൽ അവനാണ് ജീവൻ നൽകുന്നതും നിലനിർത്തുന്നതും.
അവന്റെ ക്ഷണം നിരസിച്ചാൽ മരണം നിശ്ചയം. 48 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതാണ്. 1. താനാകുന്നു ജീവന്റെ അപ്പം, ജീവനുള്ള അപ്പം എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നു. 2. കേവലം മന്നായുമായി സാമ്യപ്പെടുത്താവുന്നവനല്ല താൻ. പദാർത്ഥമയമായ മന്ന ഭക്ഷിച്ചവർ ശാരീരികമായി മരിച്ചുപോയി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഭക്ഷിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ അപ്പം എന്നത് എന്റെ ശരീരമാകുന്നു, അതാണ് ലോകത്തിന് ജീവൻ നൽകുന്നത്. വളരെ വ്യക്തമായി കർത്താവ് അരുളി ചെയ്തു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. പിതാവിൽ നിന്നും പിരിയാത്ത ജീവൻ കർത്താവിൽ ഉള്ളതുപോലെ കർത്താവിന്റെ ജീവൻ അനുഭവിക്കുന്നവനിൽ ഉണ്ടായിരിക്കും. അത് ലോകത്തിന്റെ ജീവന് വേണ്ടി നൽകപ്പെട്ടതാകുന്നു. ഇത് കുരിശിന്മേൽ അർപ്പിക്കപ്പെടുന്ന പാപപരിഹാര ബലിയെ സൂചിപ്പിച്ചു പറയുന്നു. കുരിശിന്മേൽ ആ വാഗ്ദാനം നിറവേറ്റി പെസഹാ മാളികയിൽ അരുളി ചെയ്ത എന്റെ ശരീരം എന്റെ രക്തം എന്നിവയ്ക്കുള്ള അർത്ഥം തന്നെയാണ് ഇവിടെയും. അതായത് നാം ഭക്ഷിക്കുന്നത് കർത്തൃ ശരീരവും പാനം ചെയ്യുന്നത് തിരു രക്തവും എന്നത് തന്നെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 11 അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഇത് ആവർത്തിക്കുകയും ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്നും കുടിക്കുകയും ചെയ്താൽ അവർ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു എന്ന് അനുശാസിക്കുന്നു. പലരും രോഗികളും ദുർബലരും ആയിത്തീരുന്നതിനും ചിലർ മരിച്ചു പോകുന്നതിനും കാരണം ആത്മശോധന ചെയ്യാതെ അനുഭവിക്കുന്നത് കൊണ്ടാണെന്നും തറപ്പിച്ചു പറയുന്നു. ഇവ സാക്ഷാൽ കർത്തൃ ശരീര രക്തങ്ങൾ ആയതുകൊണ്ടാണ് അയോഗ്യമായി അനുഭവിക്കുന്നതിന്റെ ശിക്ഷയെപ്പറ്റി വിശുദ്ധ പൗലോസ് ഗൗരവമേറിയ മുന്നറിയിപ്പ് നൽകുന്നത്. ഹോളി കമ്മ്യൂണിയനിൽ നിശ്ചിത പ്രാർത്ഥനകൾക്ക് ശേഷം പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ അപ്പവും വീഞ്ഞും അദൃശ്യമായി തിരുശരീര രക്തങ്ങളായി വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 19 20 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു, പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 53 വാക്യത്തിൽ വായിക്കുന്നു, യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഈ 2 വേദഭാഗങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെടും. ആത്മീയമായി ഗ്രഹിക്കാതെ സാക്ഷാൽ ശരീരരക്തങ്ങൾ എന്ന വിശ്വാസത്തോടെ അല്ലാതെ അനുഭവിക്കുന്ന പക്ഷം യാതൊരു പ്രയോജനവുമില്ല. ജീവിപ്പിക്കുന്ന ആത്മാവിനെ സ്വീകരിക്കുന്നെങ്കിൽ മാത്രമേ ജീവൻ നൽകുന്ന ആത്മീയ പോഷണമായി അനുഭവപ്പെടുകയുള്ളൂ. എന്റെ ശരീരം ഭക്ഷിക്കുക, എന്റെ രക്തം കുടിക്കുക, ആദ്യമായി ഇതുവരെ ആരും പറയാത്ത വാക്കുകൾ ശിഷ്യന്മാരിൽ പലർക്കും കഠിന വാക്കുകളായും അത് ശ്രവിക്കുവാനും മനസ്സിലാക്കുവാനും പ്രയാസമായും തോന്നി. തന്മൂലം അവരിൽ വളരെ പേർ യേശുവിനെ വിട്ടുപോയി. കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവുമാണ് അനുഭവിക്കുന്നതെന്ന് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ശിഷ്യന്മാരുടെ മനോഭാവം ആണ് നാം ആർജിക്കുന്നത്. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്ന ഹൃദയം, ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു